ഹൗ സിന്ധി ബിക്കെയിം റിച്ച്. കാര്യം ട്രേഡ് ആൻഡ് ബിസിനസ്സിൻ്റെ ആണെങ്കിൽ സിന്ധി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. ഇനി ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽഡായി നോക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ കമ്മ്യൂണിറ്റി സിന്ധ് റീജിയനിൽ, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ഉള്ളത്. ബട്ട് പണ്ട് ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ട്രേഡ് ആൻഡ് ബിസിനസ്സിൽ ടോപ്പർ ഇവർ തന്നെയായിരുന്നു. കാരണം അറേബ്യൻ സീയുടെ ട്രേഡ് റൂട്ട് ഡയറക്റ്റ്ലി സിന്ധ് റീജിയനായിട്ട് കണക്റ്റഡ് ആയിരുന്നു. പലരും ഈ കമ്മ്യൂണിറ്റിയെ പാകിസ്ഥാനി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവർ ശരിക്കും ഇന്ത്യയിലുണ്ടായിരുന്ന വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് എന്നതാണ് റിയാലിറ്റി. ഇവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമെടുത്താൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ജെൻസ് സിന്ധി ക്യാപ്പും സ്റ്റോളുമാണ് യൂസ് ചെയ്യുന്നത്. ലേഡീസ് ആണെങ്കിൽ ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സസ് ആണ് യൂസ് ചെയ്യാറ്. ബേസിക്കലി ഇവരുടെ ഡ്രസ്സസ് ബെസ്റ്റ് ക്വാളിറ്റി, മിറർ വർക്ക്സ്, അതേപോലെ ഹാൻഡ് എംബ്രോയിഡറിയുടെ കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആണ്. പലരും സിന്ധീസിനെ മണി മൈൻഡഡ് ആയ ആളുകൾ എന്ന് പറയാറുണ്ട്. ബട്ട് അത് സത്യമല്ല. യെസ്, അവർ ഏൺ ചെയ്യുന്ന കമ്മ്യൂണിറ്റി തന്നെയാണ്, അവർക്ക് സേവ് ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ട്. പക്ഷേ അത് കാരണം അവർ മണി മൈൻഡഡ് ആണ് എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. അത് അവരുടെ മണി മാനേജ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് കാണിക്കുന്നത്. ഇവർ എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്. സിന്ധീസ് ആൻഡ് മാർവാഡിയിൽ ഒരു കാര്യം കോമൺ ആണ്. ഈ രണ്ട് കൂട്ടരും യൂസ്ലെസ് ആയ കാര്യത്തിൽ ഒരിക്കലും പണം ചെലവാക്കില്ല. ഇവർക്ക് ചെറുപ്പം മുതൽ മണി മാനേജ് ചെയ്യാനുള്ള നോളജ് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരിൽ ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആവാനും തുടങ്ങും. സിന്ധീസ് ബൂം ചെയ്യുന്ന 3 ബിസിനസ് ഡൊമൈൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ്, മാനുഫാക്ചറിങ് ആൻഡ് ഫൈനാൻസ് ആണ്. ഇന്ന് ഇന്ത്യയിലുള്ള മോസ്റ്റ് ഓഫ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, ഹൗസിംഗ് കോർപ്പറേഷൻസ് എല്ലാം സിന്ധീസ് ആണ് ഓൺ ചെയ്യുന്നത്. ഈവൻ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യമെടുത്താലും കെ രഹേജ, ഹിന്ദുജ ആൻഡ് എംബസി ഗ്രൂപ്പ് ഒക്കെ ഇവർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടാതെ ഉല്ലാസ് നഗറിൽ ഏഷ്യയുടെ ഏറ്റവും വലിയ ക്ലോത്തിങ് ആൻഡ് ഫയർ ക്രാക്കർ മാർക്കറ്റ് ഓൺ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇൻ്റർനാഷണലിയും അവർ പല ബിസിനസ് ഫേംസും ഓൺ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹോങ്കോങ്ങിൽ ഇലക്ട്രോണിക് ബിസിനസ്, സ്പെയിനിൽ ക്ലോത്തിങ്, അതേപോലെ US റീറ്റെയിൽ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. സോ ഇത്രയും സക്സസ്ഫുൾ ആവാനുള്ള അവരുടെ സീക്രട്സ് എന്താണ്, അതേപോലെ എന്തൊക്കെയാണ് അവരുടെ മണി സ്കിൽസ് എന്നൊക്കെ നോക്കാം. സോ കഥ തുടങ്ങുന്നത് ജിതേന്ദ്ര വീർവാണി എന്ന ജിത്തുവിൻ്റെ വീട്ടിൽ നിന്നാണ്. അവർ ഒരു സിന്ധ് ഫാമിലിയാണ്. ജിത്തു മുംബൈയിലാണ് ജനിച്ചതും വളർന്നതുമൊക്കെ. പണ്ട് മുതൽ തന്നെ അവൻ്റെ ഫാമിലിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സമയത്തും ജിത്തുവിൻ്റെ അമ്മ അങ്കിളിൽ നിന്ന് വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി പണം വാങ്ങുന്നുണ്ടായിരുന്നു. അത് ജിത്തുവിന് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ ജിത്തു ഈ ഒരു ഹെൽപ്ലെസ് ലൈഫ് തുടരാൻ പാടില്ല, ഇതിൽ നിന്നും രക്ഷപ്പെടണം, ഫാമിലിയെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചു. ജിത്തുവിൻ്റെ അച്ഛൻ മോഹൻദാസ് ചെറിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. ജിത്തുവിന് 13 വയസ്സായപ്പോൾ അവരെല്ലാവരും മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റായി. അങ്ങനെ ബാംഗ്ലൂരിൽ മോഹൻദാസിന് പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യണമെന്ന പ്ലാനിൽ തൻ്റെ ബിസിനസ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിൽ എംബസി സെൻറ്റർ എന്ന ബിൽഡിംഗ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് ആ ബിൽഡിംഗ് 14 ലക്ഷത്തിന് പോലും പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് അപ്രോക്സിമേറ്റ്ലി 4 മുതൽ 6 കോടി വരെയാണ്. ജിത്തു അവൻ്റെ ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. പക്ഷേ അപ്പോഴും ലീവ് കിട്ടുമ്പോൾ, അതേപോലെ കോളേജ് ടൈം കഴിയുമ്പോഴൊക്കെ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലും ഓഫീസിലും ഒക്കെ വരാറുണ്ടായിരുന്നു. ബട്ട് മോഹൻദാസിന് അത് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. തൻ്റെ മകൻ സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും പോക്കറ്റ് മണിയുടെ ആവശ്യം വരുന്ന പോലെ അത് ഉണ്ടാക്കാൻ ജിത്തുവിൻ്റെ മൈൻഡിൽ വേറൊരു പ്ലാൻ ആയിരുന്നു ട്രേഡിംഗ്. അവൻ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് പിസ്ത വാങ്ങിയ ശേഷം അത് സിന്ധി ജനറൽ സ്റ്റോഴ്സിൽ സെൽ ചെയ്യാൻ തുടങ്ങി. അതായത് 1 കിലോയ്ക്ക് 65 രൂപ വാങ്ങിയിട്ട് 1 കിലോയ്ക്ക് 100 രൂപയ്ക്കായിട്ട് സെൽ ചെയ്യാൻ തുടങ്ങി. അതിൽ തന്നെ ജിത്തുവിനൊരു നല്ല മാർജിൻ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മോഹൻദാസ് ജിത്തുവിനെ എംബസി പ്രൊജക്റ്റിന് ഇൻചാർജ് ആക്കി. ആ പ്രൊജക്റ്റിന് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ജിത്തു എങ്ങനെ മാനേജ് ചെയ്യും എന്ന് നോക്കാൻ വേണ്ടിയാണ് മോഹൻദാസ് ആ ഒരു തീരുമാനമെടുത്തത്. ജിത്തു ഈ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അവൻ ആദ്യം ബിസിനസ്സിൻ്റെ ബേസിക്സ് പഠിക്കാൻ തുടങ്ങി. ഈ ബിസിനസ്സിന് വേണ്ട എല്ലാ രീതിയിലുള്ള നെറ്റ്വർക്ക്സായും അവൻ കണക്റ്റ് ആവാൻ തുടങ്ങി. സോ ഫൈനലി ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങി. പ്രൊഡക്ടിവിറ്റി കൂടി.
ആ സമയത്താണ് മോഹൻദാസിൻ്റെ ബ്രദറിനും വൈഫിനും ബാംഗ്ലൂരിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യണം എന്ന കാര്യം പറയുന്നത്. ആൻഡ് അതിനുവേണ്ടി ബിസിനസ്സിൽ നിന്ന് 50% ഷെയർ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മോഹൻദാസ് അവർ ചോദിച്ച പോലുള്ള ഷെയർ ബ്രദറിന് കൊടുത്ത് ഒരു പുതിയ ബിസിനസ് പാർട്ട്ണറിനെ ആ പ്ലേസിൽ റീപ്ലേസ് ചെയ്തു. പുതിയ പാർട്ട്ണറുടെ പേര് സരോഗി എന്നായിരുന്നു. അന്ന് മുതൽ എക്സിക്യൂഷൻ്റെ കാര്യങ്ങൾ മോഹൻദാസും ഫിനാൻസിൻ്റെ കാര്യം സരോഗിയും മാനേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് ജിത്തു ആ ബിസിനസ് ടേക്ക് ഓവർ ചെയ്ത് പല ബിൽഡിങ്സ്, പ്രോപ്പർട്ടീസ് കൂടാതെ 54 കോടി മൂല്യമുള്ള ശ്യാം പ്രകാശ് ഹോട്ടലും സ്വന്തമാക്കി. അത് 1996 കാലഘട്ടത്തിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരുന്നു. ജിത്തു ബേസിക്കലി ഒരു ബിസിനസ് മൈൻഡ് സെറ്റുള്ള ആളായിരുന്നുവെങ്കിലും എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയി തന്നെയായിരുന്നു അവൻ ബിഹേവ് ചെയ്തിരുന്നത്. ആ ക്വാളിറ്റി അവൻ മോഹൻദാസിൽ നിന്നാണ് പഠിച്ചത്. ബിക്കോസ് കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് ജിത്തുവിനറിയാം. അതുകൊണ്ട് തന്നെ വെറും ബിസിനസ് മൈൻഡ് മാത്രം യൂസ് ചെയ്യാതെ ചില കാര്യങ്ങളിൽ കസ്റ്റമേഴ്സിൻ്റെ ബെനിഫിറ്റ്സിലും ജിത്തു ഫോക്കസ് ചെയ്തിരുന്നു, ലൈക്ക് ഡിസ്കൗണ്ട്സ്, ഓഫേഴ്സ് എക്സെട്ര. ജിത്തുവിന് തൻ്റെ പ്രോഫിറ്റ് ഹോൾ എംപ്ലോയീസിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. സോ 3 വർഷത്തിലൊരിക്കൽ അവൻ എല്ലാ എംപ്ലോയീസിനെയും, ഡ്രൈവർ മുതൽ സീനിയർ എക്സിക്യൂട്ടീവ്സിനെ വരെ ഫോറിൻ ട്രിപ്പ് ഓഫർ ചെയ്യാറുണ്ടായിരുന്നു. പ്ലസ് ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോഴും എല്ലാ സ്റ്റാഫ്സിനും ഗിഫ്റ്റ്സും കൊടുക്കും. ഇത്രയും കാലത്തെ ബിസിനസ് എക്സ്പീരിയൻസ് ജിത്തുവിനെ ഒരു നല്ല ഡീൽ മേക്കറാക്കി മാറ്റി. നല്ലൊരു ഡീൽ എങ്ങനെ സ്ട്രാറ്റജിക്കലി ഫോം ചെയ്യണം എന്ന് ജിത്തുവിന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ 1996 മാർക്കറ്റ് വളരെ ഡൗൺ ആയി. അതുകൊണ്ട് തന്നെ ബിസിനസ് സ്റ്റക്കായി, ഗ്രോത്ത് വളരെ കുറഞ്ഞു. ആ സമയത്ത് ജിത്തുവിന് 3 വർഷത്തിൽ 12 കോടി അടച്ചു തീർക്കാനുള്ള കടം, ഡെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് ക്രാഷ് ആയ കാരണം പ്രോപ്പർട്ടിയുടെ റേറ്റ് ഡൗണും ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവാനും തുടങ്ങി. സോ ജിത്തുവിൻ്റെ 12 കോടി ഡെപ്റ്റ് ഇപ്പോൾ 31 കോടിയായി കൂടി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ മറ്റുള്ളവർക്ക് ജിത്തുവിനോട് ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി, ഈവൻ വീട്ടുകാർക്കും. അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ജിത്തു തീരുമാനിച്ചു. അതിനുശേഷം ബാങ്ക് ലോൺ എടുത്തും സേവിങ്സ് എല്ലാം യൂസ് ചെയ്തും ഉണ്ടായിരുന്ന ഡെപ്റ്റ് തീർത്തു. അങ്ങനെ ബിസിനസ് മെല്ലെ റൺ ചെയ്യാനും തുടങ്ങി. പക്ഷേ ജിത്തുവിന് ഫൈനൽ സെറ്റിൽമെൻറ്റ് വേണം എന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് ഈ കാര്യം മോഹൻദാസിനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മോഹൻദാസ് ജിത്തുവിൻ്റെ മുന്നിൽ 2 ചോയ്സസ് വയ്ക്കുന്നു. സ്വന്തമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ 18 കോടി ജിത്തുവിനോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ല, ഇനി വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മോഹൻദാസ് ജിത്തുവിന് 15 കോടി ഡെപ്റ്റ് ഫ്രീ എമൗണ്ട് കൊടുക്കാമെന്നും പറഞ്ഞു. ബട്ട് ജിത്തു 18 കോടിയുടെ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. ജിത്തു അവൻ്റെ ബിസിനസ്സിന് വേണ്ടി പല ഇൻവെസ്റ്റേഴ്സിന് പ്രോമിസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവന് വിട്ടുകൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ 18 കോടി കൊടുത്ത് സ്വന്തമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ എക്സ്പീരിയൻസസ് ആൻഡ് നോളജിൻ്റെ ബലത്തിൽ വീണ്ടും ജിത്തു നല്ല രീതിക്ക് തന്നെ ബിസിനസ് ഗ്രോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും ടോപ്പ് ബിൽഡേഴ്സിൻ്റെ ലിസ്റ്റിൽ ജിത്തുവിൻ്റെ പേര് വരാത്തത് കൊണ്ട് ആ ഒരു ഗോൾ അവൻ സെറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു, ടു ബിക്കം എ ടോപ്പ് ബിൽഡർ. ഈ ഒരു ഗോൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്തത് ഇപ്പോഴത്തെ കർണാടക മിനിസ്റ്ററായ KJ ജോർജിൻ്റെ കൂടെയുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ ഡീലർഷിപ്പായിരുന്നു. അങ്ങനെ അവർ 2 പേരും പല പ്രൊജക്ട്സും ഒന്നിച്ച് ചെയ്ത് സക്സസ്ഫുള്ളായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എംബസി ഗ്രൂപ്പ് ഇന്ത്യയിലുള്ള ടോപ്പ് റിയൽ എസ്റ്റേറ്റ് ലിസ്റ്റിൽ വന്നത്. ഇപ്പോഴത്തെ കണക്കിൽ 37 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉള്ള റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, റീറ്റെയിലർ, ഹോസ്പിറ്റാലിറ്റി, ഇൻഡസ്ട്രിയൽ ആൻഡ് വെയർഹൗസ് സ്പേസ് ഇവർ ഓൺ ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് ലെസൺസ്, സീക്രട്സ് ആൻഡ് ട്രേഡ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്, ഫാമിലി ഇൻവോൾവ്മെൻറ്റ്. സിന്ധീസ് എപ്പോഴും അവരുടെ ബിസിനസ് കാര്യങ്ങളിൽ ഫാമിലിയെ ഇൻവോൾവ് ചെയ്യിക്കും. ഫാമിലിയുടെ ഒപ്പീനിയൻസ്, സജഷൻസ് ആൻഡ് അഡ്വൈസസിന് സിന്ധീസ് വളരെയധികം വാല്യൂ കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് അവരുടേതായ സ്കിൽസിൻ്റെ ബേസിസിൽ ടാസ്ക് ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു കോംപ്ലക്സ് ആയ ഇഷ്യൂസ് വന്നാലും അവർ തമ്മിൽ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇഫക്റ്റീവ്ലി തീരുമാനങ്ങൾ എടുക്കാനും പറ്റും. ഫാമിലി ഇൻവോൾവ്മെൻറ്റ് ബിസിനസ്സിൽ വരുമ്പോൾ അതിലൊരു ട്രസ്റ്റും ബിൽഡ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഫാമിലി വാല്യൂസും. ഫാമിലി വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ എത്തിക്കൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് ഇൻവോൾവ് ആണ്. അത് ആ ബിസിനസ്സിന് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കും. ഫാമിലി വാല്യൂസ് ഉള്ള ബിസിനസ് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുമ്പോഴും അതേ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ബേസിസിലാണ് അത് ചെയ്യാറുള്ളത്. അതായത് സിന്ധി ഫാമിലിയിലുള്ള യങ് ജനറേഷൻസിന് ഫ്യൂച്ചറിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇൻഡസ്ട്രിയൽ നോളജിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് കൊടുക്കാറ്. രണ്ടാമത്, നെറ്റ്വർക്കിംഗ്.
നെറ്റ്വർക്കിംഗ് ഏതൊരു ബിസിനസ്സിൻ്റെയും ഫൗണ്ടേഷനാണെന്ന് പറയാം. നെറ്റ്വർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് ഹെൽപ്ഫുള്ളായ ഏതൊരു റിസോഴ്സസിൻ്റെ കൂടെയും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. നല്ലൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ സിൻഡീസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പല കോൺഫറൻസസ്, ബിസിനസ് ഫോറംസ് ആൻഡ് ഇവൻറ്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള നെറ്റ്വർക്ക്സിൽ നിന്ന് സിൻഡീസ് പല വാല്യുബിൾ ആൻഡ് ട്രസ്റ്റ്ഫുൾ റിലേഷൻഷിപ്സ് ഫോം ചെയ്യാൻ ശ്രദ്ധിക്കും. ബിക്കോസ് അത് ഫ്യൂച്ചറിൽ അവരുടെ ബിസിനസ്സിൽ ഇഫക്റ്റീവ് ആയിരിക്കും എന്നൊരു കാൽക്കുലേഷൻ അവർ ആദ്യം തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. 3. റിസ്ക് ടേക്കിംഗ്. സിൻഡീസ് എപ്പോഴും കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കും. ഈ റിസ്ക് ടേക്കിംഗ് വെറും ഫിനാൻസ് ഫീൽഡിൽ മാത്രം ലിമിറ്റഡ് അല്ല. പുതിയ മാർക്കറ്റ് ട്രൈ ചെയ്യാൻ, പുതിയ ടെക്നോളജി യൂസ് ചെയ്യാൻ, ഓർ പുതിയ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യാൻ, അങ്ങനെ ഏത് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനും ഇവർ റെഡി ആയിരിക്കും. അവരുടെ ഫോക്കസ് എപ്പോഴും മുന്നിൽ വരുന്ന ചലഞ്ചസിനെ ഓപ്പർച്യൂണിറ്റിയായി കൺവേർട്ട് ചെയ്യാനായിരിക്കും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ഡിവൈഡ് ആയപ്പോൾ പല ചലഞ്ചസ് മുന്നിൽ വന്നിട്ടും അവർ അതെല്ലാം ഓവർകം ചെയ്ത് സക്സസ്ഫുൾ ആയത്. സിൻഡീസ് ഇന്നോവേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. ഈ ഇന്നോവേറ്റീവ് സ്പിരിറ്റ് കാരണം തന്നെയാണ് ഇവർ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ലൈക്ക് ടെക്സ്റ്റൈൽസ് ആൻഡ് മാനുഫാക്ചറിങ്ങിൽ നിന്ന് മോഡേൺ ഡൊമൈൻസായ ടെക്നോളജി ആൻഡ് ഫിനാൻസ് വരെ എത്തി നിൽക്കുന്നത്. 4. എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. സിന്ധി ഫാമിലീസ് അവരുടെ മക്കൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. എഡ്യൂക്കേഷന് 2 മെയിൻ ഫങ്ഷൻസ് ഉണ്ടെന്നാണ് സിന്ധ് കമ്മ്യൂണിറ്റി പറയുന്നത്. 1. ടു ഗെറ്റ് റൈറ്റ് നോളജ്. ഈ നോളജ് ബിസിനസ് ചെയ്യാനും മാർക്കറ്റ് മനസ്സിലാക്കാനും യൂസ് ചെയ്യാം. 2. അടുത്ത ജനറേഷനിലേക്ക് ട്രഡീഷണൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് പാസ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റും ബിസിനസ് സോണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇവർ ബിലീവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫിനാൻഷ്യൽ ബിസിനസ്സാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓർ മാർക്കറ്റ് അനാലിസിസ് ഓർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതെല്ലാം സ്കിൽസാണ്. സോ ഇന്നത്തെ കാലത്ത് ബിസിനസ്സിൽ തൻ്റേതായ ഒരു പൊസിഷൻ വേണമെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ് അഡോപ്റ്റ് ചെയ്തേ പറ്റൂ എന്നാണ് സിൻഡീസിൻ്റെ സ്റ്റാൻഡ്. 5. ഗ്ലോബൽ പ്രസൻസ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എൻ്റർ ആവാൻ ഈ 3 സ്റ്റെപ്സാണ് ഉള്ളത്. 1. നിങ്ങളുടെ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഇൻ്റർനാഷണലി എക്സ്പോർട്ട് ചെയ്യുന്നത്. 2. ഫോറിൻ കൺട്രീസിലുള്ള ആളുകൾക്ക് ഫ്രാഞ്ചൈസ് ഓർ ലൈസൻസ് കൊടുക്കുന്നത്. 3. ഫോറിൻ കൺട്രീസിൻ്റെ കൂടെയുള്ള പാർട്ണർഷിപ്സ് ഓർ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ഗ്ലോബൽ പ്രസൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം ആ കൺട്രീസിൻ്റെ ലോസ് ആൻഡ് റെഗുലേഷൻസ് അപ്ഡേറ്റഡ് ആയി ഫോളോ ചെയ്യണം എന്ന കാര്യമാണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി പറഞ്ഞു തരുന്ന വാല്യുബിളായ ബിസിനസ് ട്രേഡ്സ് ആൻഡ് സീക്രട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതേപോലെ പല ബിസിനസ് സ്റ്റോറീസ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ വേണ്ടി കീപ് വാച്ചിങ് അവർ ചാനൽ. ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.